ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. അപ്പോൾ നിഫ്റ്റി ഇന്നൊരു അപ്സൈഡ് മൊമെൻറ്റ് തന്ന ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വരികയാണ് ചെയ്തത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലും സിമിലർ പെർഫോമൻസ് ആണ് ഉണ്ടായത്. ബാങ്ക് നിഫ്റ്റി ഇന്നൊരു മേജർ ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നിഫ്റ്റിയിൽ നമുക്ക് അത്രയും വലിയൊരു മേജർ ഏരിയ ബ്രേക്ക് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാൻ കഴിയും. ബട്ട് ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് സോണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് സോണിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. നിങ്ങളോട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇന്നൊരു ടോപ്പ് വൈകിട്ടായപ്പോഴത്തേക്കും ഒരു സെല്ലിംഗ് പ്രസൻസ് മാർക്കറ്റിൽ ഉണ്ടായി എന്നുള്ളതാണ്. സോ അപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇത്രയും വലിയൊരു ബൈയിങ് തന്നു, ഒരു 3 ദിവസം കണ്ടിന്യൂസ് ബൈയിങ് തന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പോസ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അല്ലാതെ നമുക്ക് ഒരു കണ്ടിന്യൂസ്ലി അപ്സൈഡ് മാത്രം പോകുന്ന ഒരു കാര്യമല്ല മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ അതിൻ്റേതായ സമയത്ത് സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുക തന്നെ ചെയ്യും, ഉണ്ടാവുക തന്നെ വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇനി നാളത്തെ ലെവൽസ് നമുക്ക് നാളത്തെ മോർണിംഗിലെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഇന്ന് വളരെ മോശമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. സോ ബാങ്ക് നിഫ്റ്റിയിലൊരു എന്താ പറയുക, ഒരു ക്രൂഷ്യൽ ഏരിയ ബ്രേക്ക് ചെയ്താണ് ക്ലോസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ബുള്ളിഷ് മൊമെൻറ്റത്തിലേക്ക് നമുക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം. സോ അപ്പം നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ ട്രേഡിംഗ് ഡേയോടെ ഈ ഒരു മൊമെൻറ്റം മാർക്കറ്റ് നിലനിർത്തോ ഇല്ലയെന്ന് ഏകദേശം അറിയാൻ കഴിയും. അപ്പോൾ ഇത്രയും ഇനിയൊരു വലിയ സെല്ലിംഗ് ആയിട്ട് ഇനി വരികയാണെങ്കിൽ തന്നെ 54,820 വീണ്ടും ഒരു പ്രോപ്പർ സപ്പോർട്ടായിട്ട് മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ ഹോൾഡ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പം ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നമുക്ക് നോക്കാം. ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് എയർടെൽ, ബജാജ് ഓട്ടോ, ജിയോ ഫിനാൻഷ്യൽ, ഐഷ മോട്ടോഴ്സ്, HCL ടെക് ആണ്. ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് നിന്നത് ആക്സിസ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, ട്രെൻഡ് ആൻഡ് അദാനി എൻ്റർപ്രൈസ് ആണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞു, ഒരു അപ്സൈഡ് ഉണ്ടായാൽ ഡൗൺ സൈഡും ഉണ്ടാവുമെന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാരതി എയർടെൽ. നിങ്ങൾ ചിന്തിച്ച് നോക്കി, 2-3 ദിവസം മുന്നേ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ടോപ്പ് ലൂസേഴ്സിൽ ഭാരതി എയർടെൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് എയർടെലിൻ്റെ ചാർട്ട് എടുത്ത് നോക്കാം. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അവിടെയും കാണാം. ഒരു ടോപ്പ് ലൂസേഴ്സിൽ വന്നു എന്നതുകൊണ്ട് സ്റ്റോക്ക് ഫുള്ളായിട്ട് തകർന്നു എന്നല്ല അർത്ഥം, അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം. നിങ്ങൾ നോക്കി, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തത് ടോപ്പ് ലൂസേഴ്സിൽ എയർടെൽ വന്നപ്പോഴത്തേക്കും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു സോണിലാണല്ലേ. അപ്പോൾ മാർക്കറ്റ് ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ടോപ്പ് ലൂസേഴ്സിൽ വന്നു എന്നതുകൊണ്ട് മാർക്കറ്റ് എന്താ പറയുക, സ്റ്റോക്ക് ബാഡായി എന്നല്ല, അത് പ്രോപ്പർലി ഉള്ള ഒരു സെല്ലിംഗ് പ്രഷർ വരുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിരിക്കും. നിങ്ങൾ കണ്ടില്ലേ, മാർക്കറ്റ് അങ്ങനെയാണ്. ചെറിയൊരു അപ്സൈഡ് തന്നാൽ അതിൻ്റെ ഒരു ഡൗൺ സൈഡ് മാർക്കറ്റിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ എയർടെൽ സ്റ്റോക്കിലും കണ്ടത്. എയർടെൽ കറക്റ്റ് ഒരു ഡിമാൻഡ് സോൺ പോലത്തെ ഒരു ഏരിയയിൽ വന്ന് മാർക്കറ്റ് അപ്സൈഡ് പോയി. ഡിമാൻഡ് സോൺ എന്ന് പറയുമ്പോൾ ടോട്ടലി ആ ഒരു 1800 റേഞ്ച് വരെയൊക്കെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ നല്ല ഡിമാൻഡ് ഏരിയയാണ്. ബട്ട് അതിന് മുന്നേ തന്നെ മാർക്കറ്റിൽ ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടായി. എവിടെയാണ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെയൊക്കെ ആയപ്പോഴത്തേക്കും മാർക്കറ്റിൽ ഒരു ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടായി, തിരിച്ച് അപ്സൈഡ് പോയി. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്നവർക്ക്, കണ്ടിന്യൂസ് കാണുന്നവർക്ക് അത് മനസ്സിലാവും. ടോപ്പ് ലൂസേഴ്സിൽ വന്നു, അത് നമ്മൾ എയർടെലിൻ്റെ കാര്യം ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നതുകൊണ്ട് ആ ഒരു സ്റ്റോക്ക് ബാഡ് ആവുന്നൊന്നുമില്ല. അത് ഒരു ബൈയിങ് അല്ലെങ്കിൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ടോപ്സ് ആയ സ്റ്റോക്കുകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ വേറൊരു സ്റ്റോക്ക് കാണിച്ചു തരാമായിരുന്നു കേട്ടോ. ഓറിയൻ ടെക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 47% ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയി. 342 അല്ലെങ്കിൽ 350 കിടന്ന സ്റ്റോക്ക് മോസ്റ്റ്ലി 500 രൂപ വരെ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തു. 2 ദിവസം കൊണ്ടാണ് അപ്സൈഡ് പോയത്. നമ്മൾ ട്രേഡ് എടുത്ത ഒരു സ്റ്റോക്കാണ് അല്ലേ, ഓറിയൻ ടെക്നോളജീസ്. എന്നിട്ട് എന്ത് സംഭവിച്ചു, ഇന്ന് അതിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചു. പിന്നെ രാവിലെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചു, ഈ ഓറിയൻ ടെക് സെല്ലിംഗ് പ്രഷർ എന്തുകൊണ്ട് വരുന്നു. അതാണ് ഞാൻ പറയുന്നത്, മാർക്കറ്റിൽ അപ്സൈഡ് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, 350 റേഞ്ചിലൊക്കെ വാങ്ങിയ ആളുകൾക്ക് കുറച്ച് പ്രോഫിറ്റ് എടുക്കണ്ടേ. ആ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇവിടെ നടന്നത്. കണ്ടില്ലേ, മാർക്കറ്റിൽ അപ്സൈഡ് പോവുകയാണെങ്കിൽ ഒരു ഡൗൺ സൈഡ് എന്തായാലും ഉണ്ടാവും. ഇതാണ് ഒരു മേ ബി റീടെസ്റ്റ് ക്യാൻഡിൽ എന്തെങ്കിലും പറയാം. മേ ബി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ഒരു ദിവസം കൊണ്ട് ഈ റീടെസ്റ്റ് അവസാനിക്കണമെന്നില്ല. മേ ബി ഇനിയുള്ള ദിവസങ്ങളിൽ മേ ബി ഈ ഒരു റേഞ്ചിലേക്ക് 395 റേഞ്ചിലേക്ക് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് ഈ അപ്സൈഡ് പോയ ആളുകൾ പലരും പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തെന്നിരിക്കാം. മേ ബി എന്നിട്ട് ഇവിടെ നിന്ന് 390 അല്ലെങ്കിൽ 400 റേഞ്ചിൽ നിന്ന് വീണ്ടും ബൈയിങ് പ്രഷർ വന്നെന്നിരിക്കാം. മാർക്കറ്റ് അങ്ങനെയാണ് പോകുന്നത്. എപ്പോഴും ഒരു ബൈയിങ് പ്രഷർ വന്നാൽ അതിൻ്റെ പിന്തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പ്രഷറും വരും. അതുകൊണ്ട് ആ സ്റ്റോക്ക് ബാഡ് ആണ് അല്ലെങ്കിൽ ടെക്നിക്കൽസ് മോശമായി എന്നല്ല അല്ലേ. അപ്പോൾ ഇതുപോലത്തെ ബേസിക് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മളൊരു സ്റ്റോക്ക് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, വേറെ നമ്മളൊരു സ്റ്റോക്ക് നമ്മൾ ഒരുപാട് ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്, ഞാൻ ട്രേഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സ്റ്റോക്കിൻ്റെ പേര് ഓയിലാണ്, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ ട്രേഡ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ട്രേഡ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് സാമാന്യം ഭേദപ്പെട്ട ക്ലോസിംഗ് എന്നൊരു എന്താ പറയുക, ഒരു ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. എന്തായാലും ഒരു പ്രോപ്പർ സെല്ലിംഗ് സോണിലാണ് ഓയിൽ ഇന്ത്യ നിൽക്കുന്നത്. അത് തിരിച്ച് ഈ റേഞ്ചിലേക്ക് തിരിച്ചു വരുമോ അതോ
ഒരു 428 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി 450 റേഞ്ചിലോട്ടേക്ക് പോകുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വാച്ച് ചെയ്യാം. ഓയിൽ ഇന്ത്യ ഓയിൽ ഇന്ത്യയുടെ ഒരു ടോട്ടൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് അതിജീവിച്ച് അപ്സൈഡ് പോകാനുള്ള ശ്രമമാണ് ഇപ്പം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വേറെ ഒരു സ്റ്റോക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹീറോ മോട്ടോകോപ്പാണ്. നമ്മൾ ട്രേഡ് ഞാൻ പറഞ്ഞ സ്റ്റോക്കാണ്. മേ ബി ട്രേഡ് എടുക്കുമെന്ന്. ഹീറോ മോട്ടോകോപ്പ് അപ്സൈഡ് മൊമെൻറ്റം തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞത് മിന്ത കോർപ്പാണ്. അപ്പോൾ ഇതൊരു ഹോട്ട് സ്റ്റോക്കായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ചധികം ദിവസമായിട്ട് വാച്ച് ചെയ്യുകയാണ് മിന്ത കോർപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബർ തൊട്ടുള്ള ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്യാനുള്ളൊരു ശ്രമം മിന്ത കോർപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ വരുന്ന ദിവസങ്ങളിൽ മിന്ത കോർപ്പ് എല്ലാവരും വാച്ച് ചെയ്യുക. അപ്പം നല്ലൊരു സെറ്റപ്പായിട്ട് ഇത് ടേൺ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു ക്യാൻഡിലെ വോളിയം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സപ്ലൈ അല്ലെങ്കിൽ ആ ഒരു സോൺ ടെസ്റ്റ് ചെയ്ത ദിവസത്തെ വോളിയം നോക്കുകയാണെങ്കിൽ വളരെ ഹൈ ആണ്. നല്ല രീതിയിൽ വോളിയം കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ 560 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം മിന്ത കോർപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ സ്റ്റോക്സ് ഒന്നും പറയുന്നില്ല. കൂടുതൽ നല്ല കണ്ടൻറ്റുകളായിട്ട് ഞാൻ വരുന്ന ദിവസങ്ങളിൽ. സോ അപ്പോൾ നാളെ പ്രീ മാർക്കറ്റ് വീഡിയോ ആയിട്ട് രാവിലെ തന്നെ കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.